രണ്ട് പെണ്ണുങ്ങളും നീച്ചിട്ടില്ലേ? മോളെ, മുട്ടിയാ മുട്ടിയാ ഈ മുട്ടിയാ വിളിച്ചിട്ട് വീലും കേൾക്കുന്നില്ല. കുഞ്ഞോളെ, കുഞ്ഞോളെ, അത് വരുന്നമ്മ. എന്തമ്മ? ഉമ്മാടെ കുട്ടി പോയിട്ടേ തുള്ളി കഞ്ഞിയുടെ വെള്ളം ഉണ്ടാക്കി തന്നാ എന്താന്ന് അറിയില്ല, നല്ല തല ഇറ്റണൊക്കെ പോലെ ഉണ്ട്. ഇജ്ജ് ഉണ്ടാക്കി തരുമോ? ആ, ഞാൻ ഉണ്ടാക്കി തരാം. എന്തെന്ന് നേരത്തെ നീക്കായിന്ന്? കൊറേ നേരമായല്ലോ, നേരെ 8 മണിയാവാറായി. ആ, ഇന്നലെ ഇക്ക വിളിച്ചപ്പോഴേ നേരം വൈകിന്ന്. അപ്പൊ ഇക്കാനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ സമയം പോയത് അറിഞ്ഞില്ല. അതാ നീക്കാ. അലാറം വെക്കും ചെയ്തിന്ന്. ആ അടിച്ചപ്പോ ഞാൻ ഓഫ് ആക്കി വെച്ചു. ഏ, താത്ത നീച്ചിട്ടില്ലേ? ഇല്ല, ഓള് നീച്ചിട്ടില്ലേ. ഞാൻ ഓളെ കൊറേ വിളിച്ചു, ഓള് മുണ്ടിട തന്നെ ഇല്ല. അതാ ഞാൻ അന്നെ വിളിച്ചത്. ആ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉം. പാത്രങ്ങള് ഞാൻ രാവിലെ കണ്ട് കെക്കി വെച്ചത് കഴിഞ്ഞതിന്റെ ശേഷക്ക് തീരെ വെജാതായത്. നിങ്ങൾ എന്തിനാ കഴുകാന്നൊന്നും ഞാൻ വന്ന് കഴുകൂലമ്മ. നിങ്ങൾക്കൊരു ഭാഗത്ത് ഇരുന്നാ മതിയല്ലോ. ഇന്ന് കുറച്ചും കൂടി നേരത്തെ വിളിച്ചാൽ മതിയായിരുന്നു. എന്നാ ഞാൻ കഴുകിയൊക്കെ നിങ്ങൾ കഴുകേണ്ടി ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് അതിന് പറഞ്ഞാ അങ്ങനെ കേൾക്കൂലല്ലോ. ഞാൻ ആദ്യം പണികളൊക്കെ എടുത്തീനടി. ഓളുണ്ടാവുമ്പോഴും ഞാൻ എടുത്തീന്. ഓള് എന്നെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചീന്ന്. അതുപോലെയാണ് ഇപ്പൊ. അന്ന് തന്നെ താത്ത ഒറ്റക്കായതുകൊണ്ട് ഇക്കാരം. ഇപ്പൊ ഞാനും കൂടി ഇല്ലേ, അപ്പൊ നിങ്ങള് ചെയ്യണ്ട. ഞാൻ ചെയ്തോണ്ട്. ഞാനും താത്തയുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അതുകൊണ്ടൊന്നുമല്ല, ഓളെ ഈ സ്വഭാവം തന്നെ ഇന്നു അന്നും. ഇപ്പോഴെ അക്ക് വെജാതായി തുടങ്ങിയത്. അന്ന് എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ കണ്ട് ഒന്ന് കൊണ്ടുപോയാ മതിയായിരുന്നു, തീരെ കിടപ്പിലാവാതെ. ഞാൻ അന്നും കാര്യാക്കണ്ട. ചോറിന് അരി ഇട്ടങ്ങാണ്ട് പോയി തിരുമ്പട്ടെ. മഴയാണെങ്കി ഇപ്പൊ ചാറിനുണ്ട്. എവിടെ ഒക്കെ കൂടെ ഉണക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പിയിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും. ഏറ്റവും നല്ലത് കല്ലുമ്മ തന്നെ തിരുമ്പി. ഇത് ഗ്യാസുമ്മേ ചോറ് വെക്കണത്? ഇമ്മ പറഞ്ഞതാ. എന്ത് ഇമ്മ പറഞ്ഞതായാലും എന്താ അനക്ക് പുറത്ത് തീ പിടിപ്പിച്ചൂടെ?
പുറത്തുണ്ട് വെച്ചാൽ എന്തേലും വരുവോ? അല്ല, ഇമ്മക്ക് വേഗം കഞ്ഞിര വെള്ളം വേണമെന്ന് അറിഞ്ഞപ്പോ വെച്ചതാ ഞാന്. ഉമ്മാക്ക് വേഗം കഞ്ഞിവെള്ളം വേണമെന്ന്. പുറത്ത് വെച്ചാലും കഞ്ഞിവെള്ളം ആവും. എന്താ ഞാനും അവിടെ പുറത്ത് വെക്കണ വെച്ച് കാണണമൊന്നുമില്ലേ? പിന്നെ അന്റെ മാപ്പിള മാസാമാസം അയക്കണ പൈസ കൊണ്ടൊന്നല്ല ഈ ഗ്യാസ് നിറക്കണത്. ഇന്റെ മാപ്പിള നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാണ് ഈ ഗ്യാസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ എന്റെ മാപ്പിള ഇങ്ങനെ മാസത്തിൽ ഒരു ദിവസം ഒരു പൈസ അയക്കും. അത് വലിയ കണക്കാക്കി വെച്ചിട്ട് ഗ്യാസുമ്മ തീ പിടിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താണ് ഇവിടെ? ഞാനാ പറഞ്ഞത് ഓളോട് ഗ്യാസുമ്മ വെക്കാന്. ഇങ്ങള് പറഞ്ഞിട്ടായാലും ആര് പറഞ്ഞിട്ടായാലും വേണ്ടില്ല, ഈ കാര്യങ്ങൾ ഇവിടെ നടക്കൂല. അത് എല്ലാവർക്കും മനസ്സിലാക്കിയാ നന്നു. ഉമ്മയുടെ കുട്ടി അതൊന്നും കാര്യാക്കണ്ട, ഓൾ അങ്ങനെ തന്നെയാണ്. സാരില്ലമ്മ, താത്ത പറഞ്ഞു ശരി തന്നെയല്ലേ. ഇക്ക മാസത്തില് അയക്കണ പൈസ ഒന്നും ഒന്നിക്കും തേണില്ലാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയില്ല ഇക്കാക്ക് കടമുള്ളതൊക്കെ, അത് തീർക്കല്ലേ. സാരമില്ല, അവര് പറഞ്ഞോട്ടെ. സാരില്ല, അമ്മയുടെ കുട്ടി വിഷമിക്കണ്ട. ഇജ്ജ് എങ്ങണ്ട ബക്കറ്റൊക്കെ എടുത്തുങ്ങാണ്ട്? ഞാൻ കല്ലുമ്മക്ക് പോവമ്മ. കല്ലുമ്മ തിരുമ്പണ്ട, മഴ ചാറുന്നുണ്ട്. അത് കുറച്ചല്ലേ ഉള്ളൂ. ആ വാഷിംഗ് മെഷീനിലാണ് തിരുമ്പിക്കാളാ. പിന്നെ മഴ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകളൊന്നും ഉണങ്ങൂല്ല. അത് ചിലപ്പോ വരുമ്പോ അടിക്കുക എന്തേലും ചെയ്യും. ആ മെഷീനിൽ ഇട്ടിട്ട് തന്നെ ഉണക്കിങ്ങാണ്ട് താഴത്തോണ്ട് കാറ്റൊന്ന് കൊള്ളിച്ചാ മതി. അത് ചെയ്താളാ. വേണ്ടമ്മ, കല്ലുമ്മ തിരുമ്പിക്കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വേണം ഞാൻ അടുത്തത് വെക്കാനെ പറഞ്ഞ കേക്കാന്. എന്തിനാ വെറുതമ്മ? അത് ശരിയാവില്ല, ഞാൻ വേഗം പോയി തിരുമ്പിക്കോളാം. ഓളെ മാപ്പിള മാത്രല്ല പണിയെടുക്കണോളൂ, ഓളെ മാപ്പിളക്ക് മാത്രല്ലേ പൈസ ഇട്ടണുള്ളൂ. ഓളെ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോ ചൊറിഞ്ഞു വരായിട്ടൊന്നല്ല. ഇജ് ഞാൻ പറയണ കേക്ക്, ഞാൻ പറഞ്ഞതേ ഇവിടെ നടക്കുള്ളൂ. ഈ മാസം മാസം കറണ്ട് ബില്ല് എങ്ങനെ അടക്കണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എന്തായാലും കല്ലുമ്മ തിരുമ്പിയാൽ മതി, വാഷിംഗ് മെഷീനിൽ തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല. മഴ ചെറുതായിട്ടൊന്ന് ചാറിനല്ലേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഓൾക്ക് നിങ്ങൾ ഏത് നേരം വാഷിംഗ് മെഷീൻ അതും ഇതും. എന്താ ഞാൻ ഇവിടുത്തെ മരുവോളൊന്നും അല്ലേ? ഇപ്പൊ അടിച്ചു വരില്ലേ? അടിച്ചു വരികയാണെന്ന് വിചാരിച്ചിട്ട് ഓൾക്ക് നേരം വിളിട്ട് എന്തോന്ന് അടിച്ചു വരി എന്തേലും വരുവോ? അത് ഇജല്ല തീരുമാനിക്കാന്, ഞാനും കൂടിയാ. എന്റെ മകനല്ല ഇവിടെ കറണ്ട് ബില്ല് അടക്കണത്. എന്ത് പറഞ്ഞാലും വാഷിംഗ് മെഷീനിൽ തിരുമ്പിട്ട് പിന്നെ കറണ്ട് ബില്ല് വന്നിട്ട് ഇന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് എന്തായാലും നടക്കൂല്ല. എന്നോട് ആരിപ്പോ പറഞ്ഞു വരുമൊന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ മകനോടെ പറയുള്ളൂ. ഇജ്ജ് ഇതിൽ ഇടപെടും വേണ്ട. ഉമ്മയുടെ കുട്ടി കല്ലുമ്മ തിരുമ്പണ്ട, മെഷീനിൽ ഇട്ടിട്ട് തന്നെ തിരുമ്പിയാ മതി. ഇവിടെ ആരാ ചോദിക്കാൻ വരാന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. എന്നോട് ചോദിക്കട്ടെ ഓല് വന്നിട്ട് ആരായാലും. ഞാൻ പറഞ്ഞോണ്ട് ഞാനാണ് തിരുമ്പിക്കണെന്നുള്ളത്. ഇത് അതിലാണ്ട് ഇട്ടാളെ കൊണ്ടുപോയിട്ട്. എന്തിനാ അമ്മ ഓലോട് വെറുതെ വർത്താനം പറയണത്? ഇക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വാദിക്കണ്ട. പിന്നെ നിങ്ങളെ കാര്യം കൂടിയും കഷ്ടത്തിലാവും. വേണ്ടമ്മ. എന്താപ്പത് രണ്ട് കല്യാണം കഴിഞ്ഞേക്കാട് തുടങ്ങിയ തിരക്കാണ് വെച്ചാലിത്. ഓളായിന്നൊന്നും അങ്ങനൊക്കെ തന്നെയായിരുന്നു, തിരക്കും പാടും തന്നെയായിരുന്നു. ഇപ്പൊ ഇജ്ജ് വന്നപ്പോ കുറച്ച് കൂടുതലായിന്ന് മാത്രം. ഉമ്മയുടെ കുട്ടീനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. ഓളന്നെയാണ് എല്ലാത്തിനും കാരണം എന്നുള്ളത് ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മുണ്ടാതെ നിൽക്ക, എന്റെ മകന്റെ പെണ്ണുങ്ങളല്ല എന്റെ ആ കുട്ടികളെ വഴിയാധാരാവണ്ട വിചാരിച്ചിട്ട് മുണ്ടാതെ നിക്ക ഞാന്. കൂടുതൽ എന്തെങ്കിലും ആവാന്നുണ്ടെങ്കി അപ്പൊ ഞാൻ പറയും ഓളൊരു കാര്യം നോക്കലെത്തി വന്നിക്കണത്. എന്താ ഇക്ക അത്ര നേരായിട്ട് നിങ്ങൾ വിളിക്കൊന്നും ചെയ്യാഞ്ഞ്? ഇക്കെന്താ, ഇക്ക് ഒരു കുഴപ്പമില്ല. എന്തേ?
അതോ ഒന്നുമല്ല, ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അതാവും മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ഗുളികൊക്കെ ഞാൻ വാങ്ങി കുടിച്ചോണ്ട്. നിങ്ങൾ ചായ അടിച്ചാ? ഞാൻ കുടിച്ച്. ദോശ ഉണ്ടാക്കിയിരുന്നു. പിന്നെന്താ, അങ്ങനൊക്കെ പോണു, കുഴപ്പമൊന്നുമില്ല. ഇമ്മ അവിടെ അപ്പുറത്തുണ്ട്. അമ്മ പണിയൊന്നും എടുക്കണില്ല. അമ്മാനോട് ഞാൻ പറഞ്ഞിന്ന് പണിയോളൊന്നും എടുക്കണ്ടാന്ന്. കേക്കണ്ടായി നിങ്ങളമ്മ. ഏത് നേരം പണിയോളം അവിടെ കൊത്തിയിട്ട് ഇവിടെ കൊത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കും. എന്നാ എപ്പോഴും അസുഖാണേ. ഞാൻ ഒന്നും എടുപ്പിക്കലില്ല. താത്തൊക്കെ പുറത്തുണ്ടായിരുന്നു. ഒരു പണിക്ക് വയ്ക്കണ തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടിട്ടില്ലെന്ന്. കള്ളി ചിന്നും പറ്റിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണില്ലേ? നമ്മക്ക് പിന്നെ എന്നും കടങ്ങളാണല്ലോ. വേറൊന്നുമില്ല. ഇജെന്താ ഇവിടെ ഓള കുറിക്ക് ഒളിഞ്ഞു നോക്കണത്? ഞാൻ ഒളിഞ്ഞു നോക്കുന്നേനില്ല. ഓളെന്താ പറയുന്നത് നോക്കിയതാ. അനക്ക് നാണുണ്ടോ ഒരാള് ഫോൺ വിളിക്കണ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാന്? എന്താ പന്റെ പഠിപ്പ്? ഇങ്ങക്ക് എന്താണ്? നിങ്ങക്ക് നിങ്ങളെ കാര്യം നോക്കിയാ പോരെ. നിങ്ങൾ എന്തിനാ ഇന്റെ പിന്നാലെ നടക്കുന്നത്? അവിടെ പുറത്താരോ ഉണ്ട്. ഞാൻ പോയോക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കാം. ശരി. വർത്താനം കേൾക്കുന്നു. എന്തമ്മ? ഇവളെ അന്റെ റൂമൊക്കെ ഒളിഞ്ഞു നോക്കേന്ന്. ഞാൻ ആരതും ഒളിഞ്ഞു നോക്കാനൊന്നും വന്നതൊന്നല്ല. ഉമ്മ ഓരോന്നും ഉണ്ടാക്കി പറയാണ്. എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇത് എന്താണ് ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടത്? ഇത് എന്താ അവിടെ കാട്ടിയത്? ഞാൻ ഇതിൽ കൂടെ പോയപ്പോ ഇന്റെ പേര് പറഞ്ഞു കേട്ടു. അപ്പൊ ഒന്ന് ഞാൻ വെറുതെ നോക്കിയതാ. അല്ലെങ്കിലും മാപ്പിളക്കും പെണ്ണുങ്ങൾക്കും ഇന്നെ പറ്റി പറച്ചിൽ തന്നെയല്ലേ ഉള്ളൂ ഏത് നേരം. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യണ പോലെ. ഞാൻ എന്തിനമ്മ എല്ലാരും കുറ്റം പറയണത്? ഒക്കെ വെറുതെ വിളിച്ചതാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മരുവോളം മാത്രം മതിയല്ലോ, ഇന്നൊന്നും വേണ്ട. ഇന്ന ആർക്കും ഇവിടെ ആവശ്യമുള്ളത്? ചെറിയ മരുവോളോട് എന്താ ഒൽപ്പിച്ചല്? എന്തൊരു സ്നേഹാണ്. താത്തങ്ങൾ അങ്ങനെ പറയല്ലേ. ഇമ്മക്ക് നമ്മൾ രണ്ടാളും ഒരുപോലെ. ഉമ്മാനെ അങ്ങോട്ട് സ്നേഹിച്ച ഉമ്മ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അമ്മക്ക് ഈറ വരുന്നത്. നിങ്ങൾ നല്ലപോലെ നിന്നാ മതിയല്ലോ. ഞാനിപ്പോ അതിന്റെ ഇതും കൂടി നടക്കാടി. ഇജ്ജിങ്ങനെ സ്നേഹിച്ച് നടക്കണെന്ന് വിചാരിച്ചിട്ട് ഇക്കിപ്പ അതിന്റെ പ്രാന്തല്ലേ. എന്റെ പഴം എന്താ വെച്ചാ നോക്ക്. ഇജ്ജ് ഇന്നെ കൊണ്ടേ കൂടുതൽ സ്നേഹിപ്പിക്കണ്ട കേട്ടാ. ഇജ്ജാണ് സ്നേഹിച്ചോ ആന്റെ അമ്മയിമാനെ. ഇത്രയും കാലം ഞാൻ നോക്കിയില്ലേ, ഇനി ഇജ്ജാണ് നോക്കിക്കാളാ. എനിക്ക് എന്തായാലും സൗകര്യം ഇല്ല. എന്റെ മാപ്പിള ഇങ്ങോട്ട് വരട്ടെ. എന്റെ എല്ലാ കളിയും എന്റെ വർത്താനം ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സ്വസ്ഥത സമാധാനം ഈ പെരന്റെ ഉള്ളിൽ ഇല്ലാച്ചാല് ഇജ്ജ് ഒറ്റയ്ക്ക് ഇവിടെ നിന്നാ മതി. ഞാൻ എന്തായാലും ഞാൻ എന്റെ ഇതിൽ ഞാൻ വരുന്നില്ല. ഇവനെ എന്ത് പറഞ്ഞിട്ടമ്മ മനസ്സിലാക്കിക്ക? റബ്ബേ, ഈ പെണ്ണ് എന്തായിരിക്കും ഇങ്ങനെ? വല്ലാത്തൊരു കഷ്ടം. ഇതിന്റെ ഏറ്റവും ഇടയിൽ നിന്നിട്ട് മനസ്സിന് തന്നെ ആകെ പിരാന്താവുന്നുണ്ട്. എന്താ ഇവിടെ നടക്കണ്? എന്താ കനം മുഖത്തിനൊക്കെ? അതിന് ഈ പേരന്റെ ഉള്ളിൽ എന്താ നടക്കണെന്നുള്ളത് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക. ഇന്ന് എന്തെങ്കിലും നല്ലത് നിങ്ങളമ്മാന്റെ തൊള്ളേന്ന് വരുമോ? അതും ഇല്ല. അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങളമ്മക്ക് ഓള് വന്നതിന്റെ ശേഷം ഇപ്പൊ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. ആര്? നിങ്ങളെ അഞ്ചന്റെ പെണ്ണുങ്ങള് അല്ല വേറെ ആരാ? ഇപ്പൊ ഞാൻ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റ. ഓള് ഗ്യാസ് ഉപയോഗിക്കണ്, അതിന് പ്രശ്നമില്ല. ഓള് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണ്, അതിനൊന്നും പ്രശ്നമില്ല. ഇത്രയും കാലം ഞാൻ തന്നെ അല്ലേ ഈ പേരന്റെ ഉള്ളിലത്തെ എല്ലാ പണികളും എടുത്തിരുന്നത്. അന്ന് ഞാൻ പുറത്താണ് അടുപ്പത്ത് സാധനങ്ങൾ വെച്ചിരുന്നത്. അതേപോലെ കല്ലുമ്മയാണ് തിരുമ്പിയിരുന്നത്. ഇപ്പൊ ഓൾക്ക് മാത്രമല്ലേ ഇതും.
അന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നോ? ആ ശരിയാണ്, അന്ന് ഗ്യാസ് ഒന്നും ഇല്ല സംഭവം ശരി. എന്നാലും ഇപ്പൊ ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് തീരെ വെക്കലില്ലേ? തീരെ വെക്കലില്ല എന്നല്ല, പക്ഷെ അന്നത്തെ പോലെ എന്താ ഓൾക്ക് നിന്നാല് നിങ്ങളമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല. ഇക്ക നമുക്ക് ഈ പെരേന്ന് മാറിക്ക. ഓൾ വന്നതിന് ശേഷം എനിക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടായിട്ടില്ല. ഞാൻ വെറുതെ ഇരുന്നാലൊക്കെ കുറ്റ. ഓള് പണിയെടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? ഇപ്പൊ എന്താ ഉണ്ടായത് എന്നോ, ഓള് ഫോൺ വിളിക്കുമ്പോ എന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചെവി ഓർത്ത് നോക്കി എന്താ പറയണെന്ന് അറിയാൻ വേണ്ടിട്ട്. അതില് ഉമ്മ വന്നിട്ട് ഞാൻ ഒളിഞ്ഞു നോക്കുകയാണ് പറഞ്ഞു. അതിന്റെ മുന്നേ ഓളായിരുന്നു ഓള് ഫോൺ വിളിക്കണേ ഞാൻ ഒളിഞ്ഞു നോക്കുകയാണ്, ഞാൻ ഇങ്ങനത്തോളാണ് എന്നൊക്കെ ഓള് പറഞ്ഞു എന്നോട്. അങ്ങനെ പറഞ്ഞോ? ആ, നിങ്ങൾ അഞ്ചന്റെ പെണ്ണുങ്ങളായതുകൊണ്ടാ ഞാൻ ഇത്രയും ദിവസം ഒന്നും നിങ്ങളോട് പറയാതിരുന്നത്. ഇതിപ്പോ എനിക്ക് പട്ടിണിയായിക്ക, നമുക്ക് ഇവിടെ നിക്കണ്ട, നമുക്ക് ഓല് മുതല് തരേണ്ടി വരും വിചാരിച്ചിട്ടാണ് ഉമ്മയും ഓളും കൂടി ഈ കളിയൊക്കെ കളിക്കണത്. ആ, മുതല ആൾക്ക് കൊടുക്കും ഞാൻ ഓൽക്ക് ഒറ്റക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ നീ എന്തായാലും. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴൊന്നും ആരോടും പോയി പറയൊന്നും വേണ്ട. നോക്കട്ടെ. എന്തായാലും ഇവിടെ വാഴ ഞാൻ സമ്മതിക്കൂലടി. ഈ പെരെ ഇത്രയും കാലം ഞാനല്ല ഇവിടെ നിന്നിരുന്നത്. അപ്പൊ ഇക്ക് അവകാശപ്പെട്ട, ഇക്കും എന്റെ മാപ്പിളക്കും അവകാശപ്പെട്ടാണ് ഈ പെര. എന്തായാലും അണക്ക് കിട്ടൂല. എന്റെ അമ്മയും കൂടി ഓർക്കാച്ച് പോയിക്കോ. ആ തള്ളന്ന് നോക്കാൻ എന്തായാലും എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഇത്രയും കാലം തള്ളത് ആരോഗ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു പണിയെടുക്കാനൊക്കെ, അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആരോഗ്യമൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു വരികയല്ലേ. എന്തായാലും എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഇനി ചിലപ്പോ വയ്യാതായി കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കേണ്ടി വരും. അപ്പൊ എന്റെ തലയിലെന്നാവും. നീ അമ്മായിമാനെ വിടുമ്പോ നാട്ടാൻ പറ്റും, ഞാനൊന്നും നോക്കട്ടെ. ഓ, ഇജി ഇവിടെ വെറുതെ ഇരിക്കണേനൊന്നും ഒരു പ്രശ്നമില്ലല്ലേ? എന്റെ പെണ്ണുങ്ങളൊന്നും ഇരിക്കണേനാണ് എനിക്ക് പ്രശ്നം. ഇജ ഓരോന്ന് ഉമ്മാനോട് പറഞ്ഞു കൊടുക്കല്ലേ? ഞാൻ എന്ത് പറഞ്ഞു? ആ, ഇജൊന്നും പറഞ്ഞു കൊടുക്കണൊന്നുമില്ല, ഇക്കന്നെ അറിയാലോ. കാക്ക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരോടൊന്നും പറയാനും പോയിട്ടില്ല. പിന്നെ ഇജ് ഫോൺ വിളിക്കുമ്പോ എന്റെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കിന്ന് ഇജ് ഉമ്മാനോട് പോയി പറഞ്ഞില്ലേ? ഇജ് ഓളോട് തിരക്കൂടിയില്ലേ? ഞാൻ ഇമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല. ഓലാണ് ആദ്യം വന്ന് ഞാൻ ഫോൺ വിളിക്കാൻ ഒളിഞ്ഞേറ്റത്. അത് ഇമ്മയാണ് കണ്ടു വന്നത്. അല്ലാതെ അതിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ രണ്ടാളെ വർത്താനം കേട്ടിട്ട് പുറത്തിറങ്ങിയതാ. എന്റെ മാപ്പിളുടെ മനസ്സിൽ ഇപ്പൊ എന്താന്നുള്ളേക്ക് നന്നായിട്ട് അറിയാം. അതെന്തായാലും ഇവിടെ നടക്കൂല കേട്ടോ. ഓളൊരു പൂങ്കണ്ണീര്. എന്താണ് ഇവിടെ എന്താടാ, എന്താണ്? ഇക്കറിയില്ലമ്മ, കാക്ക എന്തൊക്കെയാ പറയുന്നുണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോ താത്ത ഒളിഞ്ഞു നോക്കിന്നു, അതിന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു എന്നൊക്കെ കാക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മക്കറിയില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാനാണല്ല എന്റെ പെണ്ണുങ്ങൾ ഇവിടെ അങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കണ കേട്ടത്. ഇജെന്തിനാ ആ പെണ്ണിന്റെ നേരെ കൊടുക്കണത്? ഓളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇജ് വെറുതെ എന്റെ പെണ്ണുങ്ങളെ വാക്കും കെട്ടുങ്ങാണ്ട് ആ പെണ്ണിന്റെ നേരെ കൊടുക്കാൻ നിൽക്കണ്ട. ആ പെണ്ണിന്റെ ഇവിടെ മാപ്പിള ഇവിടെ ഇല്ല എന്നുള്ള അതിലാണെന്നുണ്ടെങ്കിൽ ഇജ് വെറുതെ നിന്റെ സ്വഭാവം ചേർക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് ഓളോട് ഒതുങ്ങിക്കാൻ പറഞ്ഞോളുണ്ട്. ഓ ഇങ്ങനെ വന്നിക്കണ് പെൺകോന്ത, ഓളെ വാക്കും കേട്ടുങ്ങാണ്ട് ഇവളെ പറയാനി. അല്ല നിങ്ങളൊക്കെ വിചാരം എന്താണ്? ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എന്തും നടത്താന്നോ? അത് എന്തായാലും ഇവിടെ നടക്കൂലട്ടോ. നിങ്ങൾ ആ കളിയൊന്നും. പാവം പിടിച്ച പെണ്ണിനെ എങ്ങനെ വെറുതെ പറയുന്നത്? ഇജ് മാത്രാണ് ഈ പേരന്റെ ഉള്ളിൽ ചെലവ് നടത്തുന്നത്. എന്റെ കുട്ടിയെ അവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് മാസം ഓനക്ക് കിട്ടണത് ഫുള്ള് ഇങ്ങോട്ടാണ് അയക്കണത്. അപ്പൊ അതൊക്കെ പിന്നെ എവിടുക്കാ പോണത്? അത് ഓളെ പേരിലും കൂടി അല്ല അയക്കണത്, എന്റെ പേരിലാണ് അയക്കണത്. ഓളെ പേരിലാണെന്നുണ്ടെങ്കിൽ പറയായിന്ന് ഓൾക്ക് ഫുള്ള് അയച്ചു കൊടുക്കാണ്, ഇങ്ങോട്ട് ഒന്നും ചെലവിന് അയക്കണിയാന്ന്. ഇത് നിക്കാണോ ആ കുട്ടി അയച്ചു തരുന്നത്? പിന്നെ അയക്കണ സാധനങ്ങളും വാങ്ങുന്ന സാധനങ്ങളൊക്കെ പിന്നെ എവിടെ? അനക്ക് ഏതേലും കൊല്ലത്തിലൊരു 4 ദിവസം പണി ഉണ്ടായാൽ അത് വലിയ കണക്ക് അനക്കും എന്റെ പെണ്ണുങ്ങൾ നോക്കൂലേ? ഇജ് മാസം ഒരു കറണ്ട് ബില്ല് ഇവിടെ അടക്കുന്നുണ്ട് വിചാരിച്ചിട്ടാണ് എന്റെ പെണ്ണുങ്ങളെ കണ്ട വർത്താനൊക്കെ പറഞ്ഞത് ആ പെണ്ണിനെ. ഇത്രയും കാലം ഇജ് ഇവിടെ ഉണ്ടായിട്ട് ഈ പെരനുള്ളക്ക് എന്തെങ്കിലും ഒരു മുതൽ കൊടുത്തിക്കണ? ആ വാഷിംഗ് മെഷീനും ആ ഗ്യാസും ഇതേപോലെ ഈ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ വാങ്ങിക്കണ എന്റെ കുട്ടി ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇത്രയും കൊല്ലായിട്ട് ഇജ് എന്തെങ്കിലും ഈ പെരനുള്ളക്ക് വാങ്ങിക്കണ? ഇല്ലല്ലോ.
വലിയ കണക്ക് തരാൻ വന്നിക്കണത്. അതെന്തെങ്കിലും ഒരു ദിവസമെങ്കിലും അതിനെ പറ്റിട്ട് ഒരു കണക്ക് ഇവിടെ പറയണ കേട്ടിക്കണ ആ കുട്ടീനെ സമാധാനിപ്പിക്കാന്നല്ലാതെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 നേരം പെണ്ണുങ്ങളും മാപ്പിളയും ഒറ്റ ഒഴുങ്ങുന്നത് എന്റെ കുട്ടി നയിച്ചിട്ടാ. ഏതെങ്കിലും ഒരു ദിവസം 4 ദിവസം പണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്റെ പെണ്ണുങ്ങൾക്ക് പുറത്തു പോയിട്ട് കണ്ണി കണ്ടേ വാങ്ങാനും തുണി കുപ്പായെടുക്കാൻ തന്നെ തയ്യലില്ല. ഈ പേരിനുള്ളത് ചെലവും കാര്യങ്ങളും ഞാനാണ് ഇവിടെ നടത്തുന്നത്. എന്റെ കുട്ടി പൈസ അയച്ചിങ്ങാണ്ട് അതൊന്നും ആൾക്കാരുണ്ടെന്ന് ജോള നേരക്ക് എടുക്കല്ലേ. പറ്റുന്ന ആൾക്കാർ ഇവിടെ നിന്നാ ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് ഇന്റെ പേരിലുള്ള മുതലാണ്. ഓള് കെട്ടി കൊടുന്ന് അന്ന് തുടങ്ങിയ ഓള് ഇന്നിട്ടിട്ട് ഭരിക്കല്. വാണ്ട വെക്കുമ്പോ ഇപ്പൊ നന്നാവും എന്ന് വിചാരിക്കും തോറും വല്ലാത്തൊരു കഷ്ടം. എനിക്ക് എതിര് വന്നിട്ട് പോവും വർത്താനം പറയും. മോളെ മാടെ കുട്ടി വിഷമിക്കണ്ടടി. ഓള അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് തെറ്റമ്മ ചെയ്തത്? ഇവിടെ മരുവളായിട്ട് വന്നതാ. ഞാൻ ഒരാൾക്കൊരു ഉപദ്രവം ഞാൻ ചെയ്യണിയല്ലോ. പിന്നെ എന്തിനാ താത്ത എന്നെ ഇങ്ങനെ ഇതാക്കണത്? അതെനക്കറിയോ. എനിക്ക് ഈ പേരും മുതലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നെ ഇങ്ങനെ കാട്ടുന്നത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ഇപ്പൊ മുൻവരാഗം ഒന്നും ഉണ്ടാവാൻ ഇപ്പൊ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഓൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ഇനി അന്നൊക്കെ ഇവിടുന്ന് തട്ടണം. എന്നിട്ട് ഈ പേര സ്വന്താക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങക്ക് വേണ്ടമ്മ ഈ വീടും സ്വത്തും ഒന്നും വേണ്ട. ഇക്ക വരുവോളം ഞാൻ ഇവിടെ നിന്നോളാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എവിടേക്കെങ്കിലും ഞങ്ങൾ മാറിക്കോളാം. അത് വരത്തൊരു സാവകാശം തന്നാ മതി. ഞങ്ങൾക്കൊന്നും വേണ്ട. അത് പേടിച്ചിട്ടാണ് ഒടിഞ്ഞൊരു തിരക്കൂടണമെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തോട്ടെ. ഉമ്മാടെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇത് ഇന്റെ പേരിലുള്ള മുതലല്ലേ. അത് ഓൻക്കും കൊടുക്കൂല. ഇനി പണ്ട് മാപ്പിളുടെ പേരിലും ഞാൻ അപ്പൊ തന്നെ ഒന്നും തരൂല. പിന്നെ നോക്കണത് ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഓൽക്കേ ഞാൻ കൊടുക്കുള്ളൂ. പിന്നെ അത് മാത്രല്ല എന്റെ കാലശേഷം അത് ഇനി എങ്ങനെ ആയാലും ആർക്കായാലും കിട്ടുള്ളൂ. അത്രയും കാലെങ്കിലും ഉമ്മാക്ക് നിങ്ങളെ സ്നേഹമായിട്ട് നിക്കണം. നിങ്ങളെ കൂടെ തന്നെ നിക്കണം. എന്റെ മുതല് ഞാൻ ഇനിയിപ്പോ ഓൾക്കാണ് കൊടുക്കണത് വെച്ചാൽ ഓൾ എന്നെ നോക്കും കൂടി ഇല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയും കാലെങ്കിലും ഉമ്മ നല്ലപോലെ നിക്കട്ടെ. ഉമ്മാടെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഉണ്ടല്ലോ. ഓനോട് കുറച്ചു കാലത്തിന് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. കുറച്ചു കാലം നിങ്ങൾക്ക് ഇവിടെ നല്ലപോലെ നിക്കാലോ. കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ഉണ്ടായിട്ടും ഇല്ലല്ലോ. കടങ്ങളൊക്കെ പിന്നെയും വീടും. ഉമ്മാടെ കുട്ടി ഇങ്ങോട്ട് വരാൻ പറയും ഓനോട്. ഇനി വിഷമിക്കൊന്നും വേണ്ടട്ടാ. ഉമ്മാടെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഓനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോനെ അറിയന്നെ വേണം. പക്ഷെ ഇജ്ജ് പറഞ്ഞിട്ട് അറിയണ്ടാച്ചിട്ടാണ് ഉമ്മ പറഞ്ഞോണ്ട്. ഉമ്മയുടെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടാ. ഒക്കെ ശരിയാവും. പറച്ചോനെ എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്ന് ഒരു പൊത്തുമില്ല. എന്റെ കുട്ടിക്കൊന്നും ഒരു സ്വസ്ഥതയില്ല. എന്തായാലും ഓനക്കൊന്ന് വിളിച്ചു നോക്കാം. കണ്ണാട വെച്ചിട്ടും കണ്ണ് പിടിക്കാതെ ഇരിക്കും. ഇതിന്റെ കാലാവധി ഒക്കെ തീർന്നിക്കോ തോന്നുന്നുണ്ട്. മിസ്കോ ഇടാനല്ലേ ഇപ്പൊ പറ്റുള്ളൂ അല്ലേ. എന്തായാലും അങ്ങോട്ട് വിളിക്കട്ടെ. ഇവിടുന്ന് ഇനി ആട് വിളിച്ചിട്ട് ഇനി പൈസ പോണ്ട. പണിയിലേറ്റേക്കാരം ചെലപ്പോ. ഹലോ, അസ്സലാമലൈക്കും. ഒന്നല്ല, അമ്മാക്ക് ഇങ്ങനെ വിളിക്കാൻ തോന്നി, അതാ ഞാൻ വിളിച്ചത്. പണിയിലേന്നേ.
ഏ ഉറങ്ങിയില്ല. ഉമ്മ വിളിച്ചപ്പോ ശല്യായ. പിന്നെ ഇജ്ജ് കൊറച്ച് കാര്യത്തിന് ഇങ്ങോട്ട് പോരടാ. ആ പെണ്ണ് ഒറ്റക്ക് ഇണ്ടോക്ക് എന്തോ ഒരു സമാധാനം ഇല്ലാത്തൊക്കെ പോലെ. കല്യാണം കഴിഞ്ഞേക്ക് ഇജ്ജ് വേഗം പോയതല്ലേ. കടങ്ങളൊക്കെ ഇനിയും തീർക്കാം. കാലാകാലം ഇപ്പൊ അവിടെ നിന്നോന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കടങ്ങള് വീടൊന്നുമില്ല. നിങ്ങൾക്കും ഇല്ല ജീവിതമൊക്കെ. പിന്നെ അത് മാത്രല്ല, ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കാണ്. മറ്റോക്ക് പേര് സ്ഥലവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി വമ്പൻ തിരക്ക. എങ്ങനെ ഇപ്പൊ ഞാൻ എന്നോട് പറയാച്ചിട്ടാണ്. ഇജ്ജ് ഇങ്ങോട്ട് വായ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയണ്ട്. ഓരന്നെ ഓളെ നേരക്ക് പറഞ്ഞാല് മോള് എന്ത് തൊട്ടാലും പിടിച്ചാലും ഒക്കെ തിരക്ക. ഓലാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്, ഓലാണ് ഇവിടെ കറണ്ട് ബില്ല് അടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആകെ തിരക്കൂടാണ്. ഞാൻ അത് എന്നോട് പറഞ്ഞത്. ആ കുട്ടിക്ക് ഒരു സമാധാനം വേണ്ടേ. ഇജ്ജ് ഇങ്ങോട്ട് വായോ, കുറച്ചു കാലം ഇവിടെ നിന്നിട്ട് പോയിക്കോ. ഒരു 2 മാസത്തെ ലീവിന് വന്നാ മതി. ഇജ്ജ് വരാൻ നോക്കേ. ഇന്നമ്മാടെ കുട്ടി പോയി കേറുന്നുണ്ടേലും തിന്നിക്കണാ. എന്നായിക്കോട്ടെ, എന്ന് പോയി കിടന്നു. എന്നിട്ട് വിളിക്കോണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കൊന്ന് വിളിച്ചു നോക്കൊണ്ടുട്ടാ. എന്നായിക്കോട്ടെ. എന്റെ പറച്ചിലൊക്കെ നിർത്തി. നിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കേക്കാരല്ലേ മകൻക്ക് വിളിച്ചിട്ട്. കുറ്റം പറയണം. അവന് അനക്കെന്താണ്? ഇജ്ജ് കൊറേ കാലായാലും ഇജ്ജ് തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെക്കുമ്പോ അന്റെ മാപ്പിളക്ക് ഞാൻ കൊടുത്ത് ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല എന്നോട്. എന്താ ഇജ്ജ് മുണ്ടാതെ ഇങ്ങനെ നിക്കണത്? അനക്ക് നാവൊന്നുമില്ല അപ്പൊ ഒന്നും പറയാനി? ഇജ്ജ് എന്താ വിചാരിച്ചത്? ഇജ്ജ് പറയണതൊക്കെ അങ്ങനെ നടക്കുന്നോ? എന്തായാലും അത് നടക്കൂലട്ടോ. ഇത് ഇന്റെ പേരാണ്. ഇന്റെ പേരിലുള്ള പേര് സ്ഥലമാണ്. അത് എങ്ങനെ ആയാലും ഇന്ന ആരെ നോക്കുക വെച്ചാൽ ഓൽക്ക് ഞാൻ കൊടുക്കുള്ളൂ. എന്തായാലും അനക്ക് തീരും തരൂല. ഇജ്ജ് ഇത്രയും കാലമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇജ്ജെടുത്ത് തന്നിട്ടില്ല. ഞാൻ ഈ നീച്ച അറക്കണോണ്ടല്ലേ ഇജ്ജ് ഇത്രയും കാലം ജിന്നേറ്റ് നിന്നപ്പോ വെജാതായി തുടങ്ങിയപ്പോ അനക്ക് ഇന്നെ വേണ്ടാതായി അല്ലേ? എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്റെ സ്വഭാവമൊക്കെ. ഇത് ഇന്റെ പേരിലുള്ള പേര് സ്ഥലം. പറ്റുന്ന ആൾക്കാർ ഇവിടെ നിന്നാ മതി, ഇല്ലാത്തവർക്ക് ഇപ്പൊ പോവാം. അന്റെ മാപ്പിളക്കും ഞാൻ കുറെ ആണ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തൊള്ളയില് നാവൊന്നുമില്ലല്ലേ പറയാനൊന്നും? എല്ലാം വാണ്ട വെക്കുമ്പോ തലയിൽ ഇങ്ങനെ കേറുന്നത്. അന്റെ മാപ്പിളക്ക് ഏതെങ്കിലും ഒരു കാലത്ത് പണി ഉണ്ടായാല് അപ്പൊ തിന്നാ മതി ഇജ്ജിട്ടാ. അന്ന് തിന്നാ മതി. എന്റെ കുട്ടി ഇവിടെ രാവും പകലും നയിച്ചിട്ട് മാസത്തിൽ പൈസ അയക്കുമ്പോ അതിനൊരു പ്രശ്നമില്ല. ഇത് കൊല്ലത്തിൽ ചിലപ്പോ 1 or 2 പണി ഉണ്ടാവും. അതിന് വലിയ കണക്ക് പറയാ. അത് അണക്ക് തന്നെ ചെലവാക്കിയിട്ട് കഴിഞ്ഞിക്കണത്. എന്നിട്ടാ പിന്നെ പേരന്റെ ഉള്ളിക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഈ വാഷിംഗ് മെഷീനും അതേപോലെ ഇതൊന്നും ഗ്യാസൊന്നും തൊടണ്ടെന്ന് പറയാനുള്ള അധികാരം അനക്ക് എന്താ ഉള്ളത്? നിന്റെ കുട്ടി വാങ്ങിയ മുതലാണല്ലോ. അതിലെന്താ അധികാരം അനക്കുള്ളത്? ഇനി ഇജ്ജ് അയിമ തുറന്ന് ഞാനൊന്ന് കാണട്ടെ. ഫുള്ള് അടുപ്പത്ത് വെച്ചാ മതി. ആ കല്ല് അവിടെ തിരുമ്പാനുള്ള കല്ലതാ, അത് അണക്കുള്ളതാണ്. ഇജ്ജ് തിരുമ്പ. വാണ്ട വെക്കുമ്പോ പെമ്പറോളം ഇങ്ങനെ തലേ കയറി നിരങ്ങും. ഇത്രയും കാലം ഞാൻ മുണ്ടാതെ നിന്നതേ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആ കുട്ടിനെയും കൂടി സ്വസ്ഥത കൊടുക്കാതിരിക്കല്ലേ? മര്യാദക്ക് നിന്നോളും ഉണ്ടു. ഇല്ലെങ്കി ഇപ്പൊ പോയിക്കാന്റെ പെരേക്ക്. എന്റെ വാപ്പിമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. എന്റെ ഉമ്മയാണല്ലോ അനക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഫോം വിളിച്ചിട്ട്. ഇതൊന്നും ഞാൻ അറിയണില്ല എന്നാ എന്റെ വിചാരം. വാണയും പോയിക്കോ. അല്ലാന്ന് നല്ലപോലെ നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. അത്ര തന്നെ ഒക്കെ പറയാനുള്ളൂ. മാപ്പിളനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി എന്താച്ചാ തീരുമാനിക്കൂടി. ഇനി ഇവിടെ ഒരു തിരക്കും പടിയൊന്നും ഉണ്ടാവാനൊന്നും പറ്റൂല. ഇവിടെ അഥവാ എപ്പോഴെങ്കിലും തിരക്കും പടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ സ്വഭാവം ശരിക്കും എന്താന്നുള്ള വിചാരി. എനിക്കിപ്പോ എന്തിന്റെ കേടേന്നു? തള്ളനോടൊന്നും പറയണ്ടുണ്ടായിരുന്നില്ല. തള്ളപ്പോ ഇത് മനസ്സിൽ വെച്ചെങ്ങാണ്ടാ നമ്മൾ നടക്കുന്നത്. അപ്പൊ പേരെന്തായാലും കിട്ടൂല എന്ന് ഉറപ്പായി. ഇവിടുന്ന് പുറത്ത് പോവേണ്ടി വരുന്നു.
മനസ്സിലായി. അപ്പൊ കുരുപ്പത്തിനോട് നല്ലപോലെ നിന്നില്ലാന്നുണ്ടെങ്കിലേ ഉള്ള കാർപ്പാടും കൂടി പോയി കിട്ടും.